ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ അൽനാദ ഭാഗം ആണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. ഞാൻ ഒരു പുള്ളീനെ ഒരു സാറിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കാർത്തിക ചേച്ചീൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗ് ആക്കാമെന്ന്. സോ കാർത്തിക ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്ബറാണ്. അപ്പോൾ ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷൻ കയറി ഇവിടെ വന്നു. മെട്രോയിൽ വെച്ച് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഒടുക്കത്തെ ഇടിയായിരുന്നു. ഞാൻ അതിനകത്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ആ സാറിനെ മീറ്റ് ചെയ്യാൻ പോകണം. അപ്പം ഞാനിപ്പോൾ ശരിക്കും ഫ്രീ സോണിലാണുള്ളത്, അൽനാദേൻ്റെ അടുത്ത സ്റ്റോപ്പിൽ. ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം ആ പുള്ളീൻ്റെ ലൊക്കേഷനിലേക്ക് പോകാൻ. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഗായ്സ്, ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് വണ്ടീൻ്റെ സൗണ്ട് അധികമായിരിക്കും. ബിക്കോസ് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് മനസ്സിലായില്ല. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഭയങ്കര വണ്ടീൻ്റെ സൗണ്ട് വീഡിയോയിലുണ്ടെന്ന് ഞാൻ കാണുന്നത്. ഇതൊരു ഫേമസ് ടി ജംഗ്ഷനാണ്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വീഡിയോ. താങ്ക് യു. ഇവിടുത്തെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഓരോ സ്ഥലങ്ങൾ അനുസരിച്ചല്ല, നമ്പർ അനുസരിച്ചാണ്, ബസ് നമ്പർ അനുസരിച്ചാണ് നമുക്ക് കയറാൻ. അപ്പോൾ ആ റൂട്ടിലേക്കുള്ള ബസ് നമ്പർ അനുസരിച്ച് വരുമ്പോൾ നമുക്ക് അതിൽ കയറാൻ പറ്റും. ചെറുതായിട്ടൊരു പണിവാളി, ബിക്കോസ് അൽക്വിസൈസിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി അത് കണ്ടുപിടിക്കണം. ആ ബസ് സ്റ്റോപ്പിലേക്ക് ഞാനിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അൽക്വിസൈസിലേക്ക് പോകുന്ന ബസ് വരില്ല. സോ ഓപ്പോസിറ്റ് സൈഡാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും പോയി നോക്കാം. ഇവിടെ ആണെങ്കിൽ നല്ല ബ്ലോക്കും. പോയി നോക്കാം എന്തായാലും. പക്ഷെ ഞാൻ പോകുന്ന സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു പാത്ത് വരും. കൊള്ളാം. ഹായ് ഗായ്സ്, എനിക്ക് ചെറുതായിട്ട് പണിവാളി. ഞാൻ നിന്നേൻ്റെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. ഞാനിപ്പോൾ നടന്ന് അടുത്ത ബസ് സ്റ്റാൻഡ് വരെ എത്താറായി. അയ്യോ, എന്തൊരവസ്ഥയാണ് ആലോചിച്ച് നോക്കുക. വഴി അറിയത്തില്ലെങ്കിൽ ഓരോരോ കഷ്ടപ്പാടുകളെ. അത് എൻ്റെ കയ്യിൽ നെറ്റില്ല. വഴി കാണുന്ന ബംഗാളി ചേട്ടന്മാരോടും ഓരോ ചേട്ടന്മാരോടും ചോദിച്ചാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എത്തിച്ചേരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, ഞാൻ ആ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് നടക്കാൻ തുടങ്ങിയതാ. ഇപ്പം ഞാൻ അടുത്ത പാലവും കഴിഞ്ഞ് ഏതൊക്കെയോ പഞ്ചായത്തിലെത്തി. എന്നിട്ട് ഞാനൊരു ബസ് സ്റ്റോപ്പ് കാണുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ സങ്കടം. അതാ കിട്ടി. അവിടെ കാണുന്നുണ്ടോ നിങ്ങളൊരു ബസ് സ്റ്റോപ്പ്? അയ്യോ അമ്മ, സമാധാനമായി. ഫൈനലി നമ്മൾ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും തളരരുത്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ തളർന്നില്ല, നമ്മൾ എവിടെ വേണമെങ്കിലുമൊക്കെ എത്തിച്ചേരും. എത്ര നേരം നടന്ന് എൻ്റെ ചെരുപ്പ് തേഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ തളരില്ല. കണ്ടുപിടിച്ച് ചോദിച്ചായാലും നമ്മൾ പോകും. ഇപ്പോൾ സമയം 6 മണിയാവാറായി. 4:30 റൂമിൽ നിന്ന് ഇറങ്ങിയ ഞാനാ. കൂൾ. ഓക്കെ ബൈ. കാത്തിരിപ്പിന് വിരാമമായി. നമുക്കിത് ബസ് എത്തി ഗായ്സ്, ബസ് എത്തി. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഇനിയിപ്പോൾ നമ്മൾ യാത്ര. അറ്റ് ലാസ്റ്റ് 25-30 മിനിറ്റത്തെ ബസ് യാത്രയ്ക്കൊടുവിൽ ഞാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പോകേണ്ടത് ആ ഭാഗത്തെ കടയിലാണ്. പക്ഷെ ഞാൻ അങ്ങേയറ്റത്ത് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരാൻ. അതാണൊരു പ്രശ്നം. എന്ത് ഫോണടി ഇത്? ഞാൻ അങ്ങ് വരെ പോയി നടന്നിട്ട് ഇനിയും ക്രോസ് ചെയ്തിട്ട് അപ്പത്തേച്ചാണ് അങ്ങേയറ്റം പോകണം. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ എൻ്റെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ വന്ന സ്ഥലത്ത് വീണ്ടും എത്തിയിട്ടുണ്ട്. കാർത്തിക ചേച്ചീനെ തപ്പി. ചേച്ചി ഇപ്പോൾ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഈ സ്പോട്ടാണ് ചേച്ചി പറഞ്ഞത്, KP ചായ ഇവിടെ നിൽക്കാൻ. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങോ എന്തേലും കണ്ടിങ്ങോ വാ. ആ കുഴപ്പമില്ല, കൊച്ചിനെ കൊണ്ടാ. ഞാൻ അങ്ങനെ കാർത്തിക ചേച്ചീൻ്റെ കൂടെ കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ ഇപ്പം ഞാൻ വ്ലോഗ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്ന പറയുന്നത്. ഈ ശുണ്ട്രാപ്പി ആരാ? കുട്ടിനെ കാണിച്ചേ. ഇതാരാ ഈ ചിരിച്ചിന്നെ?
ഇത് നാളെ എക്സ്ക്ലൂസീവ്, നാളത്തെ എൻ്റെ വ്ളോഗ് എക്സ്ക്ലൂസീവ് ആകുമ്പോൾ കാർത്തിക ചേച്ചിനെയും കൊണ്ടായിരിക്കും. ഗായ്സ്, നമ്മൾ ഇന്ന് ജാനിക്കുട്ടീൻ്റെ കൂടെയാണ്. ഒരു ഹായ് പറയൂ. ഇങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്ക്. എടോ, നിങ്ങളോ എന്നെ തന്നെ നോക്കിയിരിക്കും, നമുക്ക് പേടിയാവുന്ന. കരയല്ലേ കരയല്ലേ, കണ്ടോ അവിടെ നമ്മൾ എവിടെയാ വന്നേ ഇപ്പൊ? ഇത് ജാനിയാണോ? ഇത് ജാനി. ജാനി, നിന്റെ ചേച്ചി എന്താ എടുക്കുന്നേ അവിടെ? ചേച്ചി കുഞ്ഞിൻ്റെ ആ ഊഞ്ഞാലയിലിരുന്ന് ആടുവാണോ? അതെയാ, ഇറങ്ങി പോകാൻ പറ. എന്താ എന്തേലും പറയ്. നന്ദി, നമസ്കാരം. നമസ്കാരം ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ കണ്ണൻചേട്ടൻ്റെ കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളായിരിക്കും ഇത് മൊത്തം കണ്ണൻചേട്ടൻ്റെ വീടാണെന്ന്. അല്ല, നമുക്ക് മുകളിൽ പോകണം. പക്ഷെ വൻ സെറ്റപ്പാണ്, കൊള്ളാൻ എനിക്കിഷ്ടപ്പെട്ടു. ഒരു രാജകീയ വൈബല്ലേ ഇവിടെ വന്നപ്പോൾ. കണ്ണൻചേട്ടൻ താമസിക്കുന്ന ഒരു വലിയ കൊട്ടാരത്തിൽ അതും കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നാളെ. ഇങ്ങനെ വരുമ്പോൾ ഒരു രാജകീയമായ ഹോളുണ്ട്. അത് ഇങ്ങനെ വരുമ്പോൾ ഒരു ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, ഓരോ റൂമിലും. ഈ വലിയ സ്റ്റെയർ കേസ്, ഞാൻ സിനിമയിൽ മാത്രമേ ഇത്ര വലിയ സ്റ്റെയർ കേസ് കണ്ടിട്ടുള്ളൂ. ഇത്രയും വലിയ സ്റ്റെയർ കേസ് കയറി 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 നമ്മൾ മുകളിൽ ചെല്ലണം. കുറേ ടൈം എടുക്കും. അപ്പം നിങ്ങൾ ഈ സ്റ്റെയർ കേസ് കണ്ടുകൊണ്ടിരിക്കും. ഇത്രയും വലിയ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തുമ്പോഴത്തേന് നമുക്ക് അതിവിശാലമായൊരു ലിവിങ് ഏരിയ കാണാം. വാവ്. ഇതിൽ മാറങ്ങോട്ടെ. ആ കാണുന്ന വണ്ടി ഇരിക്കുന്നതാണ് കണ്ണൻചേട്ടൻ്റെ റൂം. നമ്മൾ പിന്നെ പ്രൈവസിയിൽ കയറുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഇവിടെ വരെ കണ്ടാൽ മതി നിങ്ങൾ. ഇവിടെ കിളിയൊക്കെ ഉണ്ട്. ഹായ്, ഇതാരുടെ ചേച്ചി? ആണോ? മീനും ഉണ്ടല്ലോ അതിനകത്ത്. ഏതോ ഇതൊരു വലിയ ബാൽക്കണിയാണ്. ഇതാണ് ബാൽക്കണി വ്യൂ. വൗ, നൈസ്. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഞാൻ ഒരു പുള്ളീനെ മീറ്റ് ചെയ്തു, നേരെ കാർത്തിക ചേച്ചിനെ കണ്ടു. നമ്മൾ ചായയും കടിയൊക്കെ കഴിച്ചായിരുന്നു വഴിയെ വെച്ച്. പിന്നെ കാർത്തിക ചേച്ചിക്ക് ക്യാമറ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വ്ളോഗൊന്നും എടുത്തില്ല. എന്നിട്ട് നേരെ നമ്മൾ കണ്ണൻചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നു. നാളെ രാവിലെ 4:30 ആകുമ്പോൾ നമ്മൾ എവിടെ പോകുന്നു? ദുബായ് റണ്ണിന് പോകുന്നു. അതിനാണ് ഞങ്ങൾ ഈ കെട്ടിയൊരുങ്ങി വന്നിരിക്കുന്നത്. ഞാൻ വരുന്നില്ല 150 ആവർത്തി പറഞ്ഞ്, പക്ഷെ സമ്മതിക്കുന്നില്ല. എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞ് നാളെ കിടന്ന് ഓടാനായിരിക്കും. എന്തായാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ല. ദുബായ് വന്നിട്ട് ദുബായ് റണ്ണിന് പോയില്ലെങ്കിൽ ശരിയല്ല എന്ന് കണ്ണൻചേട്ടൻ പറഞ്ഞു. സോ നമ്മൾ നാളെ രാവിലെ ദുബായ് റണ്ണിന് പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കാം. സോ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്തായാലും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ 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 പറ.